മമ്മൂട്ടി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ. എല്ലാവർക്കും മമ്മൂട്ടി ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞാൻ 7ലും 8ലും 6ലും പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 നോട്ട്ബുക്കിൽ ഞാൻ ന്യൂസ് പേപ്പറിൽ വരുന്ന ഫോട്ടോസുകൾ, മമ്മൂട്ടിയുടെ ഫോട്ടോസുകൾ വെട്ടിയിട്ട് അതിനകത്ത് ഓരോ ബുക്കിനകത്ത് ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു. അന്ന് എൻ്റെ സമയത്തൊക്കെ യാത്ര, നിറക്കൂട്ട്, ശ്യാമ, അങ്ങനെ തുടങ്ങി കുറേ സിനിമകളുണ്ടല്ലോ. അതൊക്കെയായിരുന്നു എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും. യാത്രയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മമ്മൂട്ടിയുടെ ഇഷ്ടം പറയാൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മമ്മൂട്ടി എന്ന് വിളിച്ച് സാറെന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ റെസ്പെക്റ്റോടുകൂടി തന്നെ ആ പേര് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ മമ്മൂട്ടി സാറിന് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു കത്തെഴുതി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, എന്നോട് അന്ന് പഠിച്ചിരുന്ന സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ മമ്മൂട്ടിക്ക് ഒരു കത്തയക്കുക എന്നൊക്കെ. നിനക്ക് വേറെ ജോലിയില്ലേ, അവരൊക്കെ എത്ര തിരക്കിനുള്ള, നിനക്ക് കത്തയക്കാം, കത്തിന് മറുപടിയായി വായിക്കത്തുമില്ല, ചവിട്ടൂട്ടെ എടുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലെപ്പോഴും ഒരു മമ്മൂട്ടി ഫാനായിട്ട് എല്ലാവരുടെടുത്തും. എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, അവർക്ക് റഹ്മാനായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ എനിക്ക് ഒരു അനിയനുണ്ട്, അവനാണെങ്കിൽ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം അമ്മയ്ക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമായിരുന്നു, അച്ഛൻ പിന്നെ ഒരു ഇഷ്ടങ്ങളിലും പെടാറില്ല. അപ്പം അങ്ങനെ വന്നപ്പം ഞാനങ്ങനെ കത്തയച്ചു കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് മറുപടിയൊന്നും വന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്നു. നോക്കിയപ്പോൾ മമ്മൂട്ടി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ അഭിനയശേഷിയുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി എനിക്കൊരു കത്ത് മറുപടി അയച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും നീ എഴുതിയതാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ കത്ത് കൊണ്ട് എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. ആ കത്ത് വന്നപ്പോൾ ഞാനാണ് അനുഭവിച്ച ആ ഒരു സന്തോഷം. സിനിമാ മോഹത്തിൻ്റെ എൻ്റെ ഉള്ളിലൊരു സിനിമാ മോഹം കടന്നു വരുന്ന ആ ഒരു കത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ആ കത്തിങ്ങനെയായിരുന്നു: പ്രിയമുള്ള സുഹൃത്തെ, നിങ്ങളുടെ കത്ത് കിട്ടി, വിശേഷങ്ങൾ അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രചോദനമാണ് എൻ്റെ ജീവിത വിജയത്തിന് കാരണം. ഇതിനോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു സ്റ്റില്ല് വയ്ക്കുന്നുണ്ട്. ആ സ്റ്റില്ല് ഉപഹാരം എന്ന് പറഞ്ഞ